കാരണം 40 ദിവസം കൊണ്ട് ഭൂമിയുടെ എല്ലാ ഭാഗത്തും എത്തണം. മസീഹ് ദജ്ജാലിന്റെ വേഗത എന്തായിരിക്കും? പ്രവാചകൻ പറഞ്ഞു, ഒരു കാറ്റടിച്ചിട്ട് അതിന്റെ പിന്നാലെ വരുന്ന ഒരു മഴയുണ്ട്, അതിനേക്കാൾ വേഗതയിലായിരിക്കും മസീഹ് ദജ്ജാൽ ഭൂമിയിലൂടെ സഞ്ചരിക്കുക. നമ്മുടെ നാട്ടിലേക്കാണ്, ഇവിടെ നമുക്കത് കാണാൻ പറ്റില്ല. നാട്ടിൽ കാണാൻ ശക്തിയായിട്ടുള്ള ഒരു കാറ്റിന് പോകും, ആ കാറ്റിന്റെ പിന്നാലെ തന്നെ കാണാം അതിനേക്കാൾ വേഗതയിൽ ഒരു പെരുമഴ. അതേ വേഗതയിലായിരിക്കും മസീഹ് ദജ്ജാൽ ഈ 40 ദിവസം കൊണ്ട് ഭൂമിയിലൂടെ സഞ്ചരിക്കുക. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അവൻ 4 പള്ളികളിൽ പ്രവേശിക്കാൻ മസീഹ് ദജ്ജാലിന് സാധ്യമല്ല. ബാക്കിയുള്ള ലോകത്ത് എല്ലായിടത്തും മസീഹ് ദജ്ജാലിനെ കുറിച്ചുള്ള പേടിയിലും ഭീതിയിലുമായിരിക്കും. എന്നാൽ 4 പള്ളികളിൽ, മസ്ജിദ് തൂർ, അതേപോലെ തന്നെ മസ്ജിദുൽ ഹറം, അതേപോലെ മസ്ജിദുൻ നബവി, ബൈത്തുൽ മുഖദ്ദസ്, ഈ 4 പള്ളികളിലേക്ക് പ്രവേശിക്കാൻ മസീഹ് ദജ്ജാലിന് സാധിക്കുകയില്ല എന്ന് നേരത്തെ പറഞ്ഞതുപോലെ അവിടെയെല്ലാം ഊരിപ്പിടിച്ച വാളുകളുമായിട്ട് മലക്കുകൾ കാവലുണ്ടായിരിക്കും. അങ്ങനെ മസീഹ് ദജ്ജാൽ ശ്യാമെന്ന് എന്ത് ചെയ്യും? ഈ അസ്ബഹാനിലെ യഹൂദികൾക്കിടയിൽ, ഖുറാസാനിൽ നിന്ന് അസ്ബഹാനിലെ യഹൂദികൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട് ആ പിന്നെ കല്ലുകളും താഴ്വരകളുമുള്ള ആ പ്രദേശത്ത് നിന്ന് മസീഹ് ദജ്ജാൽ ശ്യാമിൽ വരും. ശ്യാമിൽ നിന്ന് മസീഹ് ദജ്ജാൽ പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് മദീനക്ക് തൊട്ടടുത്തായിരിക്കും. ഇനി മസീഹ് ദജ്ജാൽ വരെയാണ് മദീനക്ക് തൊട്ടടുത്ത്. മദീനക്ക് തൊട്ടടുത്ത് വന്നിട്ട് മസീഹ് ദജ്ജാൽ താവളമടിക്കും. എവിടെ? സബ്ഖത്തിൽ വന്നിട്ട് മസീഹ് ദജ്ജാൽ ഇറങ്ങും. സബ്ഖത്ത് എന്നുള്ളത് ഈ ഉപ്പുകൾ ഇങ്ങനെ പാറിക്കിടക്കുന്ന പ്രദേശത്തിനാണ് സബ്ഖത്ത് എന്ന് പറയാം. നമ്മള് ഈ കടൽ തീരത്തൊക്കെ പോയി നോക്കിയാൽ കാണാൻ പറ്റും. കുറച്ച് ആ ഭാഗത്തുള്ള കടൽ തീരത്തൊക്കെ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഉപ്പുകൾ ഇങ്ങനെ ഒരു പൊടിയായിട്ട് പാറിക്കിടക്കുന്ന രൂപത്തിലുള്ള മണ്ണെണ്ണയായിരിക്കും, അതിനെ ഉപ്പ് വിതറിയത് പോലെ കാണാൻ പറ്റും. അങ്ങനെയുള്ള സബ്ഖത്തിലെ മസീഹ് ദജ്ജാൽ വന്നിട്ട് ഇറങ്ങും. അതെവിടെയായിരിക്കും ഇറങ്ങുക? സബ്ഖത്തുൽ ജർഫ് എന്ന് പറയുന്ന ആ സബ്ഖത്തിൽ. ജർഫ് എന്നത് ഒരു പ്രദേശമാണ്, മദീനക്ക് തൊട്ട് കുറച്ചിപ്പുറമുള്ള ഒരു പ്രദേശമാണ് ജർഫ് എന്നത്. ഈ ജർഫിൽ ഉപ്പ് മൂടി കിടക്കുന്ന, ഉപ്പിങ്ങനെ വിതറി കിടക്കുന്ന ആ ഒരു മണ്ണിൽ വന്നിട്ട് മസീഹ് ദജ്ജാൽ വരും. അതെവിടെയാണ്? ദുബുറ ഉഹദിൻ. ഉഹദ് മല ഉണ്ടല്ലോ, ഉഹദ് മലന്റെ ബേക്കിൽ, ഉഹദ് മലന്റെ ബേക്കിൽ വന്നിട്ട് മസീഹ് ദജ്ജാൽ താവളടിക്കും. ഫയദ്രിബു റവാക്കിഹു. എന്നിട്ട് അവിടെ നിന്നിട്ട് മസീഹ് ദജ്ജാൽ മദീനയിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ലല്ലോ, അവിടെ നിന്നിട്ട് മസീഹ് ദജ്ജാൽ ഒരു അടിയടിക്കും. ആ അടിയടിക്കുന്നതോടുകൂടി ഫതർജുഫുൽ മദീനത്തു ബിഅഹ്ലിഹാ സലാസ റജ്ഫാത്തിൻ, 3 തവണ മദീന പട്ടണം പ്രകമ്പനം കൊള്ളും. ഉഹദ് മലയുടെ തൊട്ടു പിന്നിൽ ജർഫ് എന്ന പ്രദേശത്ത് വെച്ച് മസീഹ് ദജ്ജാൽ താവളമടിക്കും. അവിടെ വെച്ചിട്ട് മസീഹ് ദജ്ജാൽ അടിക്കും. ആ അടിക്കുന്ന സമയത്ത് മദീന പട്ടണം 3 പ്രാവശ്യം അതിശക്തമായ പ്രകമ്പനം ഉണ്ടാകും. മദീന പട്ടണം കുലുങ്ങിപ്പോകും. ഫലാ യബ്ഖാ മുനാഫിഖുൻ വലാ മുനാഫിഖത്തുൻ ഇല്ലാ ഖറജ ഇലൈഹി. മസീഹ് ദജ്ജാലിന്റെ ആളുകളായിട്ട് ആരൊക്കെ അവിടെ ഉണ്ടോ, മുനാഫിക്കായ, മുനാഫിക്കത്തായ, കപട വിശ്വാസികളായ ആളുകളൊക്കെ മദീന കുലുങ്ങുന്നതോടുകൂടി മദീന മുനാഫിക്കുകളാണ് പുറന്തള്ളും. അത് അള്ളാന്റെ ഒരു നടപടിക്രമമാണ്. ഈ മുനാഫിക്കുകളെ പിന്നെ മദീന പട്ടണം പുറന്തള്ളും. ഇവരൊക്കെ മസീഹ് ദജ്ജാലിന്റെ പിന്നിൽ വന്നിട്ട് അണിനിരക്കും. അങ്ങനെ മദീന പട്ടണം പൂർണ്ണമായിട്ട് അത് ശുദ്ധീകരിക്കപ്പെടും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മസീഹ് ദജ്ജാലിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക, അധികവും അത് സ്ത്രീകളായിരിക്കും, അധികവും ഉണ്ടായിരിക്കുക സ്ത്രീകളായിരിക്കും. ഈ സമയത്ത് ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ മസീഹ് ദജ്ജാലിന്റെ നേരെ ചെല്ലും. മുഅ്മിനായ ഏറ്റവും നല്ല വിശ്വാസമുള്ള ഒരു മനുഷ്യൻ മസീഹ് ദജ്ജാലിന്റെ നേരെ ചെല്ലും. മസീഹ് ദജ്ജാലിന്റെ ആളുകൾ അവനെ തടയും, അവനെ കൊല്ലാനൊരുങ്ങും. അപ്പൊ ചില ആളുകൾ പറയും, നമുക്ക് നേരിട്ട് കൊല്ലണ്ട, നമുക്ക് നമ്മുടെ യജമാനനായ റബ്ബായ മസീഹ് ദജ്ജാലിന്റെ അടുത്തേക്ക് പോകാം. എന്നിട്ട് ഈ മുഅ്മിനായ മനുഷ്യനെയും കൊണ്ട് മസീഹ് ദജ്ജാലിന്റെ അടുത്തേക്ക് അവർ ചെല്ലും. എന്നിട്ട് മസീഹ് ദജ്ജാൽ ചോദിക്കും. മസീഹ് ദജ്ജാൽ അവനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാണ്. അതിനൊക്കെ ആ മുഅ്മിനായ മനുഷ്യൻ വിളിച്ചു പറയും ആ സമയത്ത്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അശ്ഹദു അന്ന ഹാദ ദജ്ജാൽ അല്ലദീ ദുകിർ അല്ലദീ ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസഹു. ഇതാ ഈ പറയുന്ന മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യൻ ദജ്ജാലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹദീസിലൂടെ പഠിപ്പിച്ചു തന്ന മസീഹു ദജ്ജാലാണ് ഈ മനുഷ്യൻ എന്ന് നിങ്ങൾ അറിയണം എന്ന് ആ മനുഷ്യൻ വിളിച്ചു പറയുകയാണ്. ആ സമയത്ത് മസീഹ് ദജ്ജാൽ അവന്റെ ആളുകളോട് പറയും, ആ മനുഷ്യനെ പിടിക്ക്. എന്നിട്ട് അവനെ കമഴ്ത്തി കിടത്താൻ വേണ്ടി പറയും. കമഴ്ത്തി കിടത്തിയിട്ട് അവനെ നന്നായി പീഡിപ്പിക്കും. എന്നിട്ട് അവനോട് മസീഹ് ദജ്ജാൽ ചോദിക്കും, അവമാ തുഅ്മിനു ബി, നീ ഞാൻ റബ്ബാണെന്ന് വിശ്വസിക്കാൻ ഒരുക്കമുണ്ടോ?
ഫയഖൂലു, ആ സമയത്ത് ആ മുഅ്മിനായ മനുഷ്യൻ പറയുന്നു, അൻതൽ മസീഹുൽ കദ്ദാബ്, ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ച കള്ളവാദിയായ മസീഹാണ്, മസീഹുദ് ദജ്ജാലാണ് നീ. ആ സമയത്ത് ദജ്ജാൽ പറഞ്ഞു, അറഅയ്തും ഇൻ ഖതൽതു ഹാദാ സുമ്മ അഹ്യയ്തുഹു അതുശക്കൂന ഫിൽ അംരി. മസീഹുദ് ദജ്ജാലിന്റെ ആളുകളോട് പറഞ്ഞു, ഞാനിതാ ഈ മുഅ്മിനായ മനുഷ്യനെ കൊല്ലാൻ പോവുകയാണ്, അവനെ കൊന്നിട്ട് ഞാൻ വീണ്ടും അവനെ ജീവിപ്പിക്കും. അവനെ ജീവിപ്പിച്ചാൽ ഞാൻ റബ്ബാണെന്ന് നിങ്ങൾ അംഗീകരിക്കുമോ? അങ്ങനെ ഫയഖൂലൂന, അങ്ങനെ അവർ പറയും ഓക്കേ എന്ന് പറഞ്ഞതിന് ശേഷം ഫയുമറു ബിഹി ഫയുശറുൽ മിൻശാറു, അങ്ങനെ വാൾ കൊണ്ടുവരപ്പെടും. എന്നിട്ട് ആ വാൾ കൊണ്ട് മിൻ മഫ്റഖിഹി ഹത്താ യഫറഖ ബൈന റിജ്ലൈഹി, ആ മുഅ്മിനായ മനുഷ്യന്റെ മൂർധാവ് മുതൽ രണ്ട് കാല് ഉൾപ്പെടെ രണ്ടായിട്ട് ആ മനുഷ്യനെ മുറിക്കുകയാണ്. ഫയഖ്തുലുഹു, അങ്ങനെ ആ മനുഷ്യനെ കൊല്ലുന്നു. ഫയദ്രിബുഹു ബിസ്സൈഫി, വാൾ കൊണ്ട് വെട്ടുന്നു. ഫയഖ്തഹു ജിസ്ലതൈൻ റമിയത്തുൽ അർളി, എന്നിട്ട് ആ രണ്ട് കഷ്ണങ്ങളാക്കി ആ മുഅ്മിനായ മനുഷ്യനെ ദജ്ജാൽ. എന്നിട്ട് ആ രണ്ട് കഷ്ണങ്ങൾ എന്ത് ചെയ്തു? രണ്ട് ഭാഗത്തേക്ക് എറിഞ്ഞു. ആ രണ്ട് കഷ്ണങ്ങള് രണ്ട് ഭാഗത്തേക്ക് ദജ്ജാൽ എറിഞ്ഞു. എന്നിട്ട് ആ എറിഞ്ഞതിന് ശേഷം ആ രണ്ട് കഷ്ണങ്ങൾക്ക് ഇടയിലൂടെ ദജ്ജാൽ നടന്നു. സുമ്മ യഖൂലു ലഹു, പിന്നീട് ദജ്ജാൽ ആ മനുഷ്യനോട് പറഞ്ഞു, ഖും, എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞു. അത്ഭുതം, എന്താണ് സംഭവിക്കുന്നത്? ഫയസ്തവി ഖായിമൻ, അവൻ കൊന്ന് രണ്ട് കഷ്ണങ്ങളാക്കി, വാളുകൊണ്ട് രണ്ട് കഷ്ണങ്ങളാക്കി പിളർത്തി രണ്ട് കഷ്ണങ്ങളാക്കി ദൂരേക്ക് എറിഞ്ഞ ആ മനുഷ്യനോട് ദജ്ജാൽ ഖും എന്ന് പറയുന്നതോടുകൂടി ഫയസ്തവി ഖായിമ, ആ മനുഷ്യന് എഴുന്നേറ്റ് വരും. ആ മനുഷ്യൻ എഴുന്നേറ്റ് വരും. എന്നിട്ട് വീണ്ടും അവനോട് ചോദിക്കും, അത്തുഅ്മിനു ബി, ഞാൻ റബ്ബാണെന്ന് ഇനി നീ അംഗീകരിക്കുന്നുണ്ടോ? ആ മുഅ്മിനായ മനുഷ്യൻ പറയും, വല്ലാഹി മസ്ദസ്തു ഫീക ഇല്ലാ ബസീറ, എനിക്ക് നിന്നെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുക മാത്രമാണ് ചെയ്തത്. ഒരിക്കലും നീ റബ്ബാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. നീ ദജ്ജാൽ തന്നെയാണ്. ഇത്തരത്തിലുള്ള ഫിത്നകളുമായി നീ വരും എന്ന് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മസീഹ് ദജ്ജാൽ വീണ്ടും അവനെ പിടിക്കും. എന്നിട്ട് അറുക്കാൻ വേണ്ടി നോക്കും. ആ സമയത്ത് അങ്ങനെ ഈ മുഅ്മിനായ മനുഷ്യനെ പിടിച്ചിട്ട് അറുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇയാളുടെ ഈ പിരടി മുതൽ അയാളുടെ ശരീരം മുഴുവനും നുഹാസായി മാറിയിട്ടുണ്ടായിരിക്കും, ചെമ്പായി മാറിയിട്ടുണ്ടായിരിക്കും. അറക്കാൻ കഴിയില്ല. ഫലാ യസ്തതിഉ ഇലൈഹി സബീല, ആ മുഅ്മിനായ മനുഷ്യൻ അറക്കാന് ഒരിക്കലും ദജ്ജാലിനെ കൊണ്ട് പറ്റൂല. അങ്ങനെ ദജ്ജാൽ എന്ത് ചെയ്യും? ഫയഖുദു ബിയദൈഹി വരിജ്ലൈഹി, ദജ്ജാൽ ഈ മുഅ്മിനായ മനുഷ്യന്റെ കൈയും കാലും കൂട്ടിപ്പിടിക്കും. ഫയഖദഫു ബിഹി, എന്നിട്ട് ആ മുഅ്മിനായ മനുഷ്യനെ എറിയുന്നു. ആ നരകത്തിലേക്ക്, തീയെ കാണുന്ന ആ നരകത്തിലേക്ക് എറിയുന്നു. ഫയഹ്സബുന്നാസ് അന്നമാ ഖദഫഹു ഇലന്നാരി, ജനങ്ങൾ വിചാരിക്കും അവനെ തീയിലേക്കാണ് എറിഞ്ഞത് എന്ന്. വഇന്നമാ ഉൽഖിയ ഫിൽ ജന്ന, എന്നാൽ അവനാകട്ടെ ചെന്ന് വീണിരിക്കുന്നത് സ്വർഗത്തിലാണ്. ആ മുഅ്മിനായ മനുഷ്യനെ അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ആ കാലഘട്ടത്തിൽ ഈ മനുഷ്യനായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ സാക്ഷിയായിട്ട്, സത്യത്തിന്റെ സാക്ഷിയായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ വരിക ഈ മനുഷ്യനായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ ദജ്ജാലിന്റെ ഫിത്ന നടക്കും. അങ്ങനെ മുസ്ലിങ്ങളായ ആളുകളൊക്കെ തന്നെ ഓരോ പർവ്വതങ്ങളിൽ പോയിട്ട് അഭയം പ്രാപിക്കും, ഓരോ മലകളിൽ പോയിട്ട് അഭയം പ്രാപിക്കും. ആ സമയത്ത് മുസ്ലിങ്ങൾക്ക് ഇമാമായിട്ട് ഇമാം മഹ്ദി അള്ളാഹു നിയോഗിക്കും. അങ്ങനെ ഇമാം മഹ്ദി ഇമാമിന് നമസ്കരിക്കും മുസ്ലിങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നിൽ. ഈ സമയത്തായിരിക്കും ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. രണ്ട് മലക്കുകൾക്കിടയിൽ കൈവച്ചുകൊണ്ട് ഡമസ്കസിലെ ഒരു വെള്ള കൊട്ടാരത്തിൽ, ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു വെള്ള കൊട്ടാരത്തിൽ ഈസാ നബി അലൈഹിസ്സലാം രണ്ട് മലക്കുകൾക്കിടയിൽ കൈവച്ചുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം കടന്നു വരുന്നു. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം പിന്നീട് ജനങ്ങളെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകും, ഇനി നമുക്ക് ഈ മസീഹുദ് ദജ്ജാലിനെ വെച്ചോണ്ടിരിക്കാൻ പറ്റൂല, നമുക്ക് മസീഹുദ് ദജ്ജാലിനെ കൊല്ലുക തന്നെ വേണം. നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് മരണം, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നമുക്ക് യാത്ര പോകാം, അല്ലെങ്കിൽ അള്ളാഹു ഒരു പക്ഷേ ഇതിൽ നമുക്ക് വിജയം നൽകിയേക്കാം എന്നുള്ള ഒരു തീരുമാനം എടുക്കും. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം അന്ന് ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് അവരുമായിട്ട് സുബ്ഹി നമസ്കരിക്കുകയാണ് ഈസാ നബി അലൈഹിസ്സലാം. അങ്ങനെ സുബ്ഹി നമസ്കരിക്കുന്നതിന് ശേഷം നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇഫ്തഹുൽ ബാബ, വാതിൽ തുറക്കാൻ വേണ്ടി മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടു. മുസ്ലിങ്ങൾ ഓരോ സ്ഥലത്ത് അഭയം പ്രാപിച്ച് മലകളിലും ഇവിടേക്കാണ് മുസ്ലിങ്ങൾ. അങ്ങനെ ഈ ഫിത്ന ഒന്നും ഇല്ലാതാക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹ് അയക്കുന്നത്. അങ്ങനെ സുബ്ഹി